നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ വീണ്ടും സജീവമാവുകയാണ്. ആരാണ് മൂന്നാം തവണ അധികാരത്തിലെത്തുക, ഒപ്പം ഓരോ സംസ്ഥാനങ്ങളിലും ആരായിരിക്കും മുന്നിട്ട് നിൽക്കുക? പ്രത്യേകിച്ചും കേരളത്തിൽ കൂട്ടലും കിഴിക്കലും വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. എല്ലാ സീറ്റിലും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓരോ മുന്നണിയും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടികളുടെ അന്തിമമായ കണക്കുകൂട്ടലുകൾക്ക് ശേഷം ഒരു നിശബ്ദത അനുഭവപ്പെട്ടു. ഇപ്പോൾ ഇനിയൊരു 7 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് പെട്ടിയിലെ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലെ വോട്ട് എത്ര എന്നറിയാനായി, അന്തിമമായി വിജയിയെ പ്രഖ്യാപിക്കാൻ. അതായത് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്തോടുകൂടി ഒരുപക്ഷെ ചിത്രം തെളിയുമായിരിക്കും. എന്തൊക്കെയാണ് സനോജി കേരളത്തിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ? കുമാർ സൂചിപ്പിച്ചതുപോലെ മഴയുടെ ആലസ്യത്തിലാണ് കേരളത്തിൽ പ്രത്യേകിച്ചും എറണാകുളം, കോട്ടയം ജില്ലകളിലൊക്കെ അതിശക്തമായ മഴയാണ്. ഇതിനിടയിലും ഈ ആലസ്യത്തിനിടയിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഈ കൂട്ടിക്കിഴിക്കലുകൾ അത് തകൃതിയായി നടക്കുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് കേരളം. പറഞ്ഞതുപോലെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 7 ദിവസമാണ് മുന്നിൽ. അടുത്ത ആഴ്ച ഇതേ സമയം നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ആര് നേടി ആരൊക്കെ വീണു എന്നുള്ള കാര്യം. ഈ കൂട്ടിക്കിഴിക്കലുകൾ ശരിയായിരുന്നോ? ഈ കേരളത്തിൻ്റെ ജനഹിതം എന്താണ്? ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു ചിത്രം അടുത്ത ആഴ്ച ഈ സമയത്തോടു കൂടി നമുക്ക് തെളിയും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പിന്നീടുള്ളത് ഈ പറഞ്ഞതുപോലെ ഈ 20 മണ്ഡലങ്ങളിലും ആരൊക്കെ എന്തൊക്കെ നേട്ടം ഉണ്ടാകും, അത് അപ്രതീക്ഷിതമായി ആർക്കൊക്കെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ ഏറെക്കുറെ ഈ മണ്ഡലങ്ങളിലെ എല്ലാം ചിത്രം വ്യക്തമാക്കിയിരുന്നതാണ്. മറ്റ് വാർത്താ മാധ്യമങ്ങളെ പോലെ തന്നെ തത്വമയും ഈ ഓരോ മണ്ഡലങ്ങളെയും കീറിമുറിച്ച് പരിശോധിച്ചിരുന്നു. അവിടുത്തെ ഈ വോട്ടിംഗ് കഴിഞ്ഞ ദിവസം തന്നെ ഓരോ സ്ഥലത്തെയും വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയ സാധ്യതകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ഒരു രംഗം ഉണർന്നു. ആ ഒരു സ്ഥിതിക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇതിലേക്ക് കടക്കുകയാണ്. ഏറെക്കുറെ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് കാര്യമായി തിരിച്ചടി ഉണ്ടാകും എന്ന് കരുതപ്പെടുന്ന ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ പോലെ ഇലക്ഷനെ പോലെ തന്നെ ഇപ്രാവശ്യവും UDFന് നേട്ടമുണ്ടാകും. എന്നാൽ ഇതിൽ ഏറെ നേട്ടമുണ്ടാക്കാൻ സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് NDA തന്നെയാണ്. കാര്യം കേരളത്തിൽ NDAക്ക് 2 മുതൽ 3 or 4 സീറ്റ് കിട്ടും എന്നുള്ളൊരു പ്രവചനമുണ്ട്. ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും 2 സീറ്റെങ്കിലും മിനിമം ലഭിക്കും എന്നുള്ള ഒരു പ്രത്യാശയിലാണ് NDA മുന്നണി ഇപ്പോൾ പോകുന്നത്. കുമാർ, എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ഈ കൂട്ടിക്കിഴിക്കലുകൾ ഇലക്ഷൻ്റെ അവസാന ഘട്ടമായി കഴിഞ്ഞിരിക്കുന്നു. 1-ാം തീയതിയോടുകൂടി എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാവുകയാണ്. 7 ഘട്ടവും തെരഞ്ഞെടുപ്പും ഭാരതത്തിൽ പൂർത്തിയാവുകയാണ്. അന്ന് വൈകിട്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. ഒരുപക്ഷെ അതുകൂടി വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രം എന്താണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ അതുവരെ കാത്തിരുന്നേ മതിയാവും. എന്തായാലും അടുത്ത ആഴ്ച ഈ സമയം ഈ സസ്പെൻസുകൾക്കെല്ലാം ഒരു വിരാമം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് കുമാർ. ഈ ഇടതുമുന്നണിക്ക് തിരിച്ചടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 19-1 ആയിരുന്നു. ഇത്തവണ അത് 2 ആയാൽ പോലും തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. ആ ഒന്നുകൂടി പോകുമെന്നാണോ പറഞ്ഞു വയ്ക്കുന്നത്? തീർച്ചയായും ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ അങ്ങനെ തന്നെയാണ്. ഈ ഇടത് പാളയങ്ങളിൽ പോലും ഇത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാര്യം ഈ എല്ലാ പ്രാവശ്യവും നമുക്കറിയാം, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാകട്ടെ, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാകട്ടെ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടികൾ നടത്തുന്ന ഒരു അവലോകനമുണ്ട്. ഇതിൽ ഏറെക്കുറെ കൃത്യമായി വരുന്നതും ഒരുപക്ഷെ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു അനുമാനമാണ്. അവരുടെ ഒരു കാൽക്കുലേഷനാണ് ഏറെക്കുറെ എല്ലാ പ്രാവശ്യവും കണക്കായി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്രാവശ്യം അവരുടെ തന്നെ കാൽക്കുലേഷനിൽ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടതായിട്ടാണ് പലയിടത്തു നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് വലിയ ഒരു മൗനം അവരുടെ പാളയത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. മറിച്ച് അവർ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പലപ്പോഴും ചർച്ചയിൽ പോലും പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത്. ഇതൊക്കെ നൽകുന്ന സൂചനകൾ ഇടതുപാളയത്തിനെ ഏൽക്കാൻ പോകുന്ന കനത്ത പ്രഹരത്തിന് മുന്നോടിയായിട്ടുള്ള അവരുടെ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തുതന്നെയായാലും ഈ പറഞ്ഞ എല്ലാ സസ്പെൻസുകൾക്കും വിരാമമാകും. ഒരാഴ്ച കൂടി കാത്തിരുന്നാൽ മതി. ഇത് മറുവശത്ത് നേട്ടമുണ്ടാകുന്നത് UDFനാണോ BJPക്കാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ നമുക്ക് ഒന്നുകൂടി പറയാൻ പറ്റുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഫലം തന്നെയാണ്
വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഈ അവസാന വട്ടവും ഇത് സംബന്ധിച്ച ചർച്ചകൾ വ്യക്തമാക്കുന്നത്. കുമാർ, സിജു, ദേശീയ തലത്തിൽ നോക്കിയാൽ 1-2 ഘട്ടങ്ങൾ കഴിയുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ ഇത്തവണ ചർച്ചാ വിഷയമായത് വോട്ടിംഗ് ശതമാനത്തിലെ കുറവാണ്. ആ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ്, ആ ഉത്സാഹക്കുറവ് ഭരണാനുകൂല തരംഗമില്ല എന്ന സ്ഥാപിക്കാനായി ഒരു പരിധിവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് ഭരണപക്ഷം, അതായത് NDA ശ്രമിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ കുറവ്, അതിനുശേഷം NDAക്ക് മേൽ ഇന്ത്യ മുന്നണി മുന്നേറുന്നു എന്ന ഒരു ഇത് വരുന്നു, അതിനുശേഷം വീണ്ടും മോദിയും അമിത്ഷായും എല്ലാം കളം പിടിക്കുന്നു. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷ അവസാന ഘട്ടത്തിനായി രാജ്യം ഒരുങ്ങുമ്പോൾ? ഏതൊരു തെരഞ്ഞെടുപ്പിലായാലും നമ്മൾ പ്രചരണത്തിന് നേരിട്ട് പങ്കെടുത്തവർക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവാം, ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോൽവി സംഭവിക്കും എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പ്രചരണത്തിൽ നമ്മൾ പ്രചണ്ഡമായി മുന്നേറുന്നു, എല്ലാവരെയും കാണുന്നു, എല്ലാവരും സംസാരിക്കുന്നു, എല്ലാവരും വോട്ട് ചെയ്യാം എന്ന് നമ്മളോട് പറയുന്നു. അല്ലാതെ പ്രകടമായ എതിർപ്പുകൾ ഒന്നുമില്ലെങ്കിൽ അവരെല്ലാം പറയുന്നത് നമുക്ക് പ്രതീക്ഷയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിക്കും അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അവർ തോറ്റുപോകും എന്ന് ഒരിക്കലും അവർ കരുതില്ല. കാരണം അവരെല്ലാം കരുതുന്നത് ജയിക്കും. കാരണം അവർ കാണുന്നവരെല്ലാം പറയുന്നത് ചെയ്യാമെന്നാണ്. യഥാർത്ഥത്തിൽ ഇവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈവൻ കോളേജ് ഇലക്ഷനാണെങ്കിൽ പോലും എല്ലാവരും പറയുക ചെയ്തേക്കാം എന്ന് പറയും. പക്ഷേ അവരുടെ യഥാർത്ഥ രാഷ്ട്രീയം അറിയുന്നത് ബാലറ്റ് പേപ്പറിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മനസ്സ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പാർട്ടികൾ വളരെ കൃത്യമായി പ്രവചിക്കുകയും അവർ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നത്. നേരത്തെ സനോജ് പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്ക് അത് ഒരുപക്ഷെ കുറച്ചുകൂടി വിജയകരമായി ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവരുടെ പ്രവചനങ്ങൾക്ക്, അവരുടെ കണക്കുകൂട്ടലുകൾക്ക് കൂടുതൽ കൃത്യത ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് NDA എന്ന ഭരണകക്ഷിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭരണപക്ഷ വിരുദ്ധ വികാരമോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതിന് ശേഷം അധികാരം നഷ്ടപ്പെടുന്നു, ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു. വിദൂരത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കും നമുക്ക് ഓരോ സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്ന ഒരു മാധ്യമപ്രവർത്തകനാകട്ടെ സാധാരണക്കാരനാകട്ടെ ദിവസേന വാർത്തകൾ അറിയുന്ന TV ചാനൽ വഴിയായാലും പത്രം വഴിയായാലും നമ്മൾക്കൊക്കെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ കരുതാൻ വയ്യ. ഒരു അഭിപ്രായ സർവേയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പ്രസ്താവനകൾ നടത്തുന്നില്ല. പക്ഷേ ഇവിടെയെല്ലാം പറയുന്നത് അവർ 400 കടക്കുമോ 370 പിടിക്കുമോ, ഇങ്ങനെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോ സംസ്ഥാനത്താണെങ്കിലും ഇപ്പം ദക്ഷിണേന്ത്യയിലാണ് BJPക്ക് കൂടുതൽ പ്രകടമായിട്ടുള്ള ഒരു അനുകൂല തരംഗം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള വികാരങ്ങളില്ലാത്തത് എന്ന് വേണമെങ്കിൽ ഒരു വാദഗതിക്ക് സമ്മതിക്കാമെങ്കിൽ പോലും അവരുടെ ഉറച്ച സീറ്റുകളായിട്ടുള്ള ഗുജറാത്ത് ആവട്ടെ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഇങ്ങനെ ഏറെ സീറ്റുകളുള്ള വലിയ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയൊന്നും പ്രകടമായ ഒരു വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ അധികാരത്തിലെത്തുന്നത്? അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പൊതുവെ ഇപ്പോൾ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ എത്തുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഗ്രിപ്പുള്ള സംസ്ഥാനങ്ങളാണ്. അവിടുന്ന് കിട്ടുന്ന ഒരു പ്രതികരണത്തിൻ്റെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ചാണ് അവർ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ നൽകുന്നത്. പക്ഷേ വലിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു ക്ലീൻ സ്വീപ്പാണ് പ്രവചിക്കുന്നത്. അപ്പോൾ മറിച്ചൊരു ഫലം എന്ന് നമുക്ക് പറയുന്നത് ഒരു മണ്ടത്തരമായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സനോജ്, ഈ ഏറ്റവും ഒടുവിലായി ഇന്ത്യ സഖ്യം മുന്നേറുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി അവിടെ പ്രചരണം നടത്തുന്നു. ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. BJPയുടെ ഉരുക്കുകോട്ടകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ ഇതിനൊക്കെ സാധിച്ചിട്ടുണ്ടോ? ഈ യോധ സിനിമയിൽ മോഹൻലാൽ ജഗതിയോട് പറയുന്ന ഒരു ഡയലോഗാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. തോൽവിക്ക് തൊട്ട് മുമ്പ് വരെ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഏതൊരു മത്സരത്തിലും നല്ലതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യവും ചെയ്യുന്നത്. പക്ഷേ അവരുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അവർക്കറിയാം അവർ കൃത്യമായി തോൽക്കും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടാണ് പിന്നെ ഒരു ആവേശം ജനിപ്പിക്കാൻ, ഒരു മത്സരമാകുമ്പോൾ അണികളിൽ ആവേശം ചോർന്നു പോകാതിരിക്കാൻ എല്ലാ നേതാക്കളും ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട്. അവസാന നിമിഷം വരെ അവരെ ആത്മവിശ്വാസത്തോടു കൂടി അതിൻ്റെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അതിൽ കവിഞ്ഞ്
വലിയ വിജയ സാധ്യതകളൊന്നും തന്നെ ഇന്ത്യ സഖ്യത്തിന് പ്രകടമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുമാത്രമല്ല, ഭാരതീയർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖംമൂടി എന്താണെന്ന്. ആ മുഖംമൂടി വലിച്ചു കീറിയാൽ അതിന് പിന്നിലുള്ള രാഷ്ട്രീയ കപടതകൾ എന്താണെന്ന് കൃത്യമായി വോട്ടേഴ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നും BJPയുടെ പ്രചരണത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനത്തിലേക്ക് പോയ ഒരാളുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്. ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജനവിഭാഗത്തിന് മൊത്തം ഒരു വികാരമേ ഉള്ളൂ. അത് BJP എന്ന് പോലുമല്ല, മോദി എന്നൊരു വികാരമാണ്. ആ വികാരമാണ് ഈ ഭാരതത്തിൻ്റെ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അത് വ്യക്തമാണ്, ഓരോ കാര്യങ്ങളിലും വ്യക്തമാണ്. അത് തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോഴും അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം. BJPക്കും അതീതമായി ഒരു വ്യക്തിപ്രഭാവം, അതാണ് അവിടെ മോദി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സദ്ഭരണം തന്നെയാണ്, കഴിഞ്ഞ 10 വർഷത്തെ സദ്ഭരണം തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണമായി ഉയർത്തിക്കാട്ടുന്നത്. കാര്യം ഇവിടെ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും അദ്ദേഹം എങ്ങനെയാണ് സാധിച്ചെടുത്തത്, അതും സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു നേതാവിന് എങ്ങനെ ജനകീയനാകാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത നേതാവാണ് മോദി. ആ മോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ഒരുപക്ഷെ വീണ്ടും നമ്മൾ ആദ്യ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്ന ഒരു മോദി ഫാക്ടറാണ് പലപ്പോഴും BJPയെ രക്ഷിക്കുന്നതെന്ന്. എന്നാൽ അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് ഒരു 10 വർഷത്തിനപ്പുറം, മാക്സിമം ഒരു 10 വർഷമാണ് ഇതിൻ്റെ ആയുസ്, ഒരു 10 വർഷത്തിനപ്പുറം ഈ ഒരു വ്യക്തിപ്രഭാവമൊന്നും BJPയുടെ രക്ഷയ്ക്ക് വരാൻ പോകുന്നില്ല. അപ്പോഴേക്ക് ജനം മാർക്കിടുന്നത് മറ്റെന്തെങ്കിലും മാനദണ്ഡം അടിസ്ഥാനമാക്കിയായിരിക്കും എന്നാണ്. പക്ഷേ അതൊക്കെ അമ്പെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും മോദി ഫാക്ടർ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴും BJPക്ക് ഏറ്റവും വലിയ തുണയായി മാറാൻ പോകുന്നത് മോദി ഫാക്ടർ തന്നെയാണ്. അത് തന്നെയാണ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. കുമാർ, ഈ കഴിഞ്ഞ ദിവസം ജൂൺ 4 ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അമിത്ഷാ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് രാഹുൽ ഗാന്ധി വീണ്ടും വിദേശത്ത് പോകുമെന്നും നമ്മുടെ ഖർഗയുടെ പണി പോകുമെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ ജൂൺ 1 ഇന്ത്യ മുന്നണി യോഗം ചേരുകയാണ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. തമിഴ്നാട്ടിലാകട്ടെ DMK എത്ര മന്ത്രിമാരെ ആവശ്യപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ ഇന്നോ നാളെയോ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കുമാറെ, ഈ പറഞ്ഞതുപോലെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. മറ്റ് പാർട്ടിക്കാർ അവരുടെ പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നു, ഭരണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ നമ്മുടെ നിലവിലുള്ള പ്രധാനമന്ത്രിക്ക് ഈ കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് അടുത്ത 5 വർഷത്തേക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനം എന്താണെന്ന് കലയെ കണ്ട് അതുമായി മുന്നോട്ട് പോവുകയാണ്. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു ചർച്ചയും എടുത്തിരുന്നു. ഈ 3ാം തവണ മോദി എത്തുമ്പോൾ എന്തൊക്കെയാണ് വരുത്താൻ പോകുന്ന ഭരണപരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ ഉടനടി അദ്ദേഹം വരുത്താൻ പോകുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അദ്ദേഹം തുടങ്ങിയത് ഇപ്പോഴല്ല, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ല, അതൊക്കെ മാസങ്ങളായി അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പറഞ്ഞ 1-ാം തീയതിയും 30, 31, 1-ാം തീയതിയൊക്കെ പ്രധാനമന്ത്രി ഉള്ളത് ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്താണ്. വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാന നിമഗ്നനായി ഇരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ 30, 31, 1-ാം തീയതിയുള്ള പരിപാടിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ആ ദിവസങ്ങളിൽ തമിഴ്നാട് ഉണ്ടാകും. 3 ദിവസം തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ എന്തിന് എന്നുള്ള കാര്യത്തിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. അദ്ദേഹം വിവേകാനന്ദ പാറയിൽ അദ്ദേഹം 2 ദിവസം ധ്യാനമിരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സൂചിപ്പിച്ചത് ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊന്നും യാതൊരു സന്ദേഹവുമില്ല. BJP ജയിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കുമോ 3ാം തവണയും പ്രധാനമന്ത്രിയാകുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ സന്ദേഹമൊന്നുമില്ല. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നീക്കിയിട്ടുള്ളത്. മറ്റിടത്താണ് വലിയ രീതിയിലുള്ള കാൽക്കുലേഷൻസും ചർച്ചയും. ഈ പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയാണ് വരുന്നതെങ്കിൽ അവരിൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ എന്താണ് കുമാർ പറയാനുള്ളത്? അത് സംബന്ധിച്ച് നമ്മുടെ ചർച്ച അതിലേക്ക് വഴിമാറാം. അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും ആരായിരിക്കും പ്രധാനമന്ത്രി? അല്ല, ഇന്ത്യ മുന്നണിയിൽ നിന്ന് പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കുക എന്നത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നമുക്ക് ആരെ വേണമെങ്കിലും നിർദ്ദേശിക്കാം. പക്ഷേ ആ മുന്നണിയിൽ നിർദ്ദേശിക്കപ്പെടുന്നയാൾക്ക് പിന്തുണ കിട്ടുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം പ്രധാനമന്ത്രി പദം മോഹിച്ചാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്ക് പോയത്.
നിതീഷ് കുമാറിനെ ആ വാഗ്ദാനം കൊടുത്താണ് അവർ അവിടേക്ക് കൊണ്ടുവന്നത്, NDAയിൽ നിന്നും അടർത്തി മാറ്റി. പിന്നീട് അങ്ങനെ ഒരു മോഹം അവിടെ നടക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പിന്മാറിയത്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കണം എന്ന ഒരു നില വരുമ്പോൾ മമതയുടെ പേരുമായി വരുന്നു, മമത പിണങ്ങുന്നു, അരവിന്ദ് കെജ്രിവാൾ പിണങ്ങിപ്പോകുന്നു. ആ ഒരു നില വന്നപ്പോഴാണ് നിതീഷ് കുമാറും മമതാ ബാനർജിയും ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ശരത് പവാർ. അദ്ദേഹം അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എല്ലാവരുടെയും ചെലവിൽ പ്രധാനമന്ത്രിയാകാം എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പോൾ വലിയ പ്രാധാന്യം ലഭിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ആകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ പല ഘടകകക്ഷികളും പിന്മാറും എന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് നമുക്ക് വെറുതെ ആരെങ്കിലും പേര് ചൂണ്ടിക്കാണിക്കാമെന്നല്ലാതെ ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രധാനമന്ത്രിയുടെ പേര് നിർദ്ദേശിക്കപ്പെടുകയോ. ഇത് തന്നെയാണ് കുമാർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. കാര്യം ഇന്ത്യ മുന്നണി എന്തായിത്തീരും എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു ധാരണയുമില്ലാത്ത ഈ ഒരു അവസരത്തിലാണ് വലിയ കാൽക്കുലേഷൻസ് അവർ നടത്തുന്നത്. ഈ കുമാറിനെ കൊണ്ട് തന്നെ അതിന്റെ ഉത്തരം പറയിച്ചതാണ്. എന്തായാലും അതിന്റെ ഒരു ഭാവി എന്താണെന്നുള്ള കാര്യം പറയാതെ തന്നെ എല്ലാവർക്കും വ്യക്തമാണ്. അല്ല, ഇവിടെ നമ്മൾ മറ്റൊരു മൂവ്മെന്റ് കൂടി നേരത്തെ കുമാർ സൂചിപ്പിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഇന്ത്യ ഉള്ളിലാണ് ഒരു കുറുമുന്നണി രൂപപ്പെടുന്നതായി ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നത്. പ്രത്യേകിച്ചും അത് CPM-ന്റെ നേതൃത്വത്തിലാകാനാണ് സാധ്യത. കാരണം CPM-ന്റെ തമിഴ്നാട്ടിൽ CPM മത്സരിക്കുന്നത് തീർച്ചയായിട്ടും സ്റ്റാലിന്റെ കാരുണ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം സീറ്റുകളും DMK നേടുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ആ ഒരു സീറ്റിന്റെ പിൻബലത്തിൽ കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെടാനുള്ള ഒരു ബുദ്ധിയാണ് ഇപ്പോൾ അവർക്ക് ബുദ്ധിയിലാണ് അവരിങ്ങനെ ഒരു കുറുമുന്നണി രൂപപ്പെടുത്തുന്നത്. അതിന് തീർച്ചയായും CPM-ന്റെ പിന്തുണ ഉണ്ടാകും. കാരണം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതൊക്കെ നമ്മൾ ഇലക്ഷൻ സമയത്തൊക്കെ കണ്ടു. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള പിണറായി വിജയന്റെ വഴക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ DMK-യെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശിവസേനയുടെ സപ്പോർട്ട് കിട്ടിയേക്കാം, തെലുങ്ക് ദേശത്തിന്റെ സപ്പോർട്ട് കിട്ടിയേക്കാം. തെലുങ്ക് ദേശം ഇപ്പൊ ഇന്ത്യയിലാണ്, തെലുങ്ക് ദേശം അല്ല, മറ്റേ ചന്ദ്രശേഖരന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സപ്പോർട്ട്, അങ്ങനെ ഒരു ചെറിയ പ്രാദേശിക പാർട്ടികളുടെ എല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കി സ്റ്റാലിനെ പ്രധാനമന്ത്രിയാക്കാം എന്നൊക്കെ ഉള്ള ഒരു കുറുമുന്നണിയുടെ തന്ത്രം അതിലായിരിക്കാം. ഒരുപക്ഷെ ഒറീസയിലെ നവീൻ പട്നായിക്കും അതുപോലെ തന്നെ YSR കോൺഗ്രസും എല്ലാം ഒരു പരിധിവരെ സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പാർട്ടികൾക്ക് അവരുടേതായ ബാർഗൈനിങ് പവർ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്റ്റാലിനെ ഏറ്റവും കൂടുതൽ കക്ഷികൾ ഒരു പക്ഷേ ജയിക്കുന്ന DMK-യുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടാനുള്ള ഒരു നീക്കം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യാം. അല്ല, അപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം, അതായത് തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായ സമയം മുതൽ മോദിജി ഉയർത്തിക്കാട്ടുന്ന ഒരു ഫിഗർ ഉണ്ട്, ഒരു മാജിക് ഫിഗർ 400 എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗർ. ഈ 400 എന്ന് പറയുന്ന മാജിക് ഫിഗർ ഇപ്പോഴും BJP-യെ സംബന്ധിച്ചിടത്തോളം തീണ്ടപ്പാടകലയാണോ NDA സംബന്ധിച്ചിടത്തോളം? യഥാർത്ഥത്തിൽ അത് ഭരണപരമായി അതൊന്നും നേടുന്നില്ല. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമായിട്ടുണ്ട്, ഒരു ടാക്ടിക്സിന്റെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാട്ടിയ ഒരു ടോട്ടലാണ് എന്നുള്ള രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ BJP ക്യാമ്പിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരുടെയും ഇപ്പം 400 എന്നുള്ള ഇപ്പൊ 275 അല്ലെ 272 ഇതിന്റെ ഒരു കേവല ഭൂരിപക്ഷത്തിനുള്ള സംഖ്യ ആയിരിക്കും. 400 എന്നുള്ള ഒരു ഫിഗർ കൊടുക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ എത്രമാത്രം അങ്കലാപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലുപരി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഫിഗറിലേക്ക് എത്തണം. കാരണം ഒരു പാർട്ടി ഒരു രാജ്യം എന്നുള്ള രീതിയിലൊന്നും അല്ല BJP-യുടെ ഒരു പ്രവർത്തനം നടക്കുന്നത്. അല്ല സിജു, അടുത്ത ആഴ്ച ഇതേ സമയം നമ്മൾ ഇതുപോലെ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഈ ഒരു ഫിഗർ താണ്ടാൻ BJP-ക്ക് ആയാൽ അതിനെ അന്ന് നമ്മൾ എന്തായിരിക്കും വിശേഷിപ്പിക്കാൻ? അത് തീർച്ചയായും BJP കിട്ടിയ ഒരു സപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഇത് ഭരണപരമായി അവർക്ക് കൂടുതലായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നു. കാരണം 270 ഭരിക്കാനുള്ളതിൽ നിന്നും
100-150 സീറ്റുകളൊക്കെ കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ മറ്റൊരു പാർട്ടിയും അവിടെ പ്രസക്തി ഇല്ല എന്നാണ് നിഷ്പ്രഭമാക്കുന്നത്. അല്ല, ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ പറയുന്നത് ഒരു ബോളിൽ 6 റൺ വേണ്ടിയിരിക്കുമ്പോൾ കളത്തിലിറങ്ങുന്ന ഒരു ബാറ്റ്സ്മാന്റെ സമ്മർദ്ദവും 6 റൺ ബോളിൽ നിന്ന് 1 റൺ എടുക്കേണ്ട ഒരു അവസ്ഥയിൽ കളത്തിലിറങ്ങുന്ന അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് BJP ഒരു ലക്ഷ്യം വയ്ക്കുന്നു, ആ ലക്ഷ്യത്തിൽ നിന്ന് 100-150 സീറ്റുകൾ കുറഞ്ഞാൽ പോലും പാർട്ടിയെ ഭരണത്തിൽ നിന്ന് പുറത്താകാനാകില്ല എന്നൊരു സ്ഥിതിയാണ്. അത് പൊളിറ്റിക്കലി BJPക്ക് വലിയൊരു മൈലേജ് നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക് അടുത്തേക്ക് തന്നെ BJP എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരുപക്ഷെ ആ ലക്ഷ്യം ഭേദിക്കാനുമുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും. അത് പക്ഷെ രാഷ്ട്രീയമായിട്ട് നമുക്ക് രാജ്യത്തിനോ അല്ലെങ്കിൽ ഭരണം പോകുമോ എന്നുള്ളതാണ്. NDAയിൽ നിന്ന് ഭരണം പോകുമോ, ഭരണത്തിൽ അസ്ഥിരത ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക മേഖലയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളും നമ്മളും ഒരു പക്ഷേ രാജ്യത്തിലുള്ള എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഭരണസ്ഥിരത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ കേരളത്തിലെ ഈ മാധ്യമങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിച്ച ഒരു പ്രവചനമുണ്ട്. അതിന് തൊട്ട് മുന്നായി പ്രശാന്ത് കിഷോർ പറഞ്ഞ പ്രവചനത്തെ അവർ അവഗണിക്കുകയും അതിന് യോഗേന്ദ്ര യാദവ് പറഞ്ഞ പ്രവചനത്തെ പൊക്കിയെടുക്കുകയുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തത്. യോഗേന്ദ്ര യാദവ് എന്താണ് പറഞ്ഞത്? യോഗേന്ദ്ര യാദവ് പറഞ്ഞത് ഈ 400 സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല, BJPക്ക് 275 മുതൽ 305 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ്. ആരാണ് ഈ യോഗേന്ദ്ര യാദവ്? അദ്ദേഹം ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകനൊന്നുമല്ല. അദ്ദേഹം അറിയപ്പെടുന്ന കാലം മുതൽ കടുത്ത BJP വിരുദ്ധനും മോദി വിരുദ്ധനുമാണ്. മാത്രമല്ല 2015 വരെ അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ആളാണ്. അത് മാത്രമല്ല കാൽക്കുലേഷൻസ് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു സിഫോളജിസ്റ്റ് ആണ് അദ്ദേഹം. അതും മാത്രമല്ല അദ്ദേഹം കർഷക സമരം, അതായത് BJP ഏറ്റവും അധികം എതിർക്കുന്ന കർഷക സമരത്തിന്റെ സംഘാടകൻ കൂടിയാണ്. അതുമല്ല, ഈ രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മോദി വിരുദ്ധത കാരണം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തയാളും കൂടിയാണ്. അദ്ദേഹത്തിന്റെ കണക്കുകളാണ്. അദ്ദേഹം പോലും പറയുന്നത് BJP തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്നാണ്. അദ്ദേഹത്തിന്റെ കണക്കുകൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും BJP അധികാരത്തിൽ നിന്ന് അകറ്റാൻ ഈ പറയുന്ന ആളുകൾ എത്രമാത്രം ശക്തിപ്പെട്ടാലും സാധിക്കില്ല എന്ന് തന്നെയാണ്. യോഗേന്ദ്ര യാദവിന്റെ കണക്കനുസരിച്ച് 270 സീറ്റുകൾ BJP ഒറ്റയ്ക്ക്, ബാക്കി 35 സീറ്റുകൾ സഖ്യകക്ഷികൾ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ 300 കഴിഞ്ഞു. അത് പഴയ സീറ്റ് നിലയാണ്. ഇപ്പോൾ നിലവിലുള്ള 2019 ഇലക്ഷന്റെ ഫലമാണത്. അപ്പോൾ എന്താണ് മാറ്റം വരുന്നത്? പ്രശാന്ത് കിഷോർ പറഞ്ഞതിന്റെ വേറൊരു ഭാഷ്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാറ്റമൊന്നുമില്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോർ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. നിങ്ങൾ തീരുമാനിക്കൂ, ഇവരാണ് ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, ഇനി നിങ്ങൾ തീരുമാനിക്കൂ എന്നുള്ള രീതിയിലാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത്. അത് ലോജിക്കലായി നമ്മുടെ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും എന്താണ് അദ്ദേഹം പറഞ്ഞത്. ആരാണ് അധികാരത്തിൽ വരുന്നതെന്നോ അല്ലെങ്കിൽ ആരാണ് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വരുന്നതെന്നോ അദ്ദേഹം വ്യക്തമായിട്ട് പറയാതെ നിങ്ങൾ നിങ്ങളുടെ യുക്തി ഉപയോഗിക്കൂ, ഇതൊക്കെയാണ് എന്റെ കണക്കുകൾ. അത് തന്നെയാണ് പ്രശാന്ത് കിഷോർ യോഗേന്ദ്ര യാദവും പറയുന്നത് എന്നാണ്. അവർ തമ്മിലുള്ള കണക്കുകൾക്ക് എനിക്ക് തോന്നുന്നില്ല വലിയ ഭിന്നതയുണ്ടെന്ന്. കുമാർ, ഏതായാലും കുറച്ചുകൂടി വ്യക്തതയുള്ള ചിത്രം ജൂൺ 1-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ലഭിക്കുമായിരിക്കും. അതിനുശേഷം ജൂൺ 4-ന് കൃത്യമായ ചിത്രം നമുക്ക് മുന്നിൽ തെളിയുകയും ചെയ്യും. ഈ അവസാന നിമിഷത്തിന് മുമ്പ് ഒരു സസ്പെൻസ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോകുന്നതും വരുന്നതും കേരളത്തിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ മാധ്യമപ്രവർത്തകരെ കാണുമോ ഇല്ലയോ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയാണെങ്കിൽ, അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന വലിയ ഒരു വാർത്തയാകാം, അല്ലെ? അതെ, എന്തായാലും അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം വിമാനത്താവളത്തിൽ ഇറങ്ങി ഹെലികോപ്റ്റർ മുഖാന്തരം പോവുകയാണ്. ഒരു സൂചന കൂടി എനിക്ക് തോന്നിയത് ഞാൻ ഷെയർ ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് തമിഴ്നാട് തിരഞ്ഞെടുത്തത് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്ന് കൂടി നമുക്ക് കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. തമിഴ്നാടിനെ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തമിഴ്നാട് തീർച്ചയായും ഇനി BJP ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ മാത്രമല്ല, രാഷ്ട്രീയമായി കാറ്റും വെളിച്ചവും കിടക്കാത്ത ഒരു സംസ്ഥാനമാണത്. കുടുംബാധിപത്യത്തിൽ കുറെ വർഷങ്ങളായി കിടന്ന് കറങ്ങുന്ന ഒരു സംസ്ഥാനം. പക്ഷെ അവിടെ നിന്നുള്ള ബിസിനസ് മാഗ്നറ്റുകൾ അല്ലെങ്കിൽ പലരും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഇപ്പോൾ ഗൂഗിളിൻ്റെതായാലും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ആയാലും ഇങ്ങനെയുള്ള വലിയ കമ്പനികളുടെ CEO-മാർ വരെ അവിടുന്ന് വളർന്നു വരുന്നു. വലിയ കാർഷിക സമൃദ്ധിയുള്ള സംസ്ഥാനം, സാമ്പത്തികമായിട്ടുള്ള
അല്ലെങ്കിൽ വളരെ സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനം, ഇതൊക്കെ ആയിരുന്നിട്ട് പോലും BJPക്ക് അവിടെ കാലുറപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഏകമായിട്ടുള്ള അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം, ഇങ്ങനെയുള്ള ഒരു യൂണിറ്റി, അവിടെ ഭിന്നമായിട്ടുള്ള ചിന്തകൾ വരുന്നു. DMK എന്നുള്ള ദ്രാവിഡ ജനത ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു DMK. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റി ഇന്ത്യൻ യൂണിയനിൽ തന്നെ ഇവരെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു യൂണിറ്റിയുടെ സന്ദേശമാണ് BJP അവിടെ നൽകുന്നത്. അപ്പോൾ ആ ഒരു സന്ദേശത്തിന്റെ, ആ രാഷ്ട്രീയത്തിന്റെ പ്രായോഗികത കൂടി അവിടെ പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സിജു പറഞ്ഞ വളരെ കൃത്യമാണ്. കാര്യം ഇതിനു മുമ്പ് ഇതുപോലെ അദ്ദേഹം ധ്യാനമിരുന്നത് വടക്കൻ മലനിരകളിലായിരുന്നു, ഹിമാലയൻ മലനിരകളിലായിരുന്നു. ഇപ്പോൾ തെക്കൻ മുനമ്പാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇത് വലിയ അർത്ഥങ്ങളുള്ള ഒരു പ്രക്രിയയായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും വലിയ ആ ഒരു ഫലത്തിനായി, വലിയ പരീക്ഷയുടെ ആ വലിയ ഫലത്തിനായി കാത്തിരിക്കാം. തത്വമയും അതിനോടൊപ്പം ചേരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. നമസ്കാരം.